الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ ഉസ്താദുമാര്, അതുപോലെ പല മദ്രസകളിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാര്, മദ്രസകളിലും ദർസുകളിലും അങ്ങനെ സമസ്തയോട് ബന്ധപ്പെട്ടതായ ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ ഒരു ദിവസമായിട്ട് മുഅല്ലിം ഡേ എന്ന് പറയുന്ന ഒരു ദിവസം ആചരിക്കുക. നമ്മുടെ സ്കൂളുകളിലും അതുപോലെ നമ്മുടെ സമൂഹത്തിലൊക്കെ നടന്നു പോകുന്ന ഒരുപാട് ഡേകളുണ്ട് അല്ലെ. ഡോക്ടേഴ്സ് ഡേ ഉണ്ട്, ടീച്ചേഴ്സ് ഡേ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡേകളുണ്ട്. അതുപോലെ ഈ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ് എന്ത് മുഅല്ലിം ഡേ എന്ന് പറയുന്നത്. നമ്മളെ ഈ മുഅല്ലിമീങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഉസ്താദുമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങള് ഈ സ്കൂളുകളിലേക്കുള്ള ടീച്ചേഴ്സിനെ പോലെ ആവുമല്ലോ ഒരുപക്ഷെ മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് നിങ്ങളെ വൈത്താലം നിങ്ങളെ ബാക്കിൽ ഇങ്ങനെ നടന്നിട്ട് അത് ചെയ്ത് നിങ്ങളെ ഒരു ദീനീയായ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം അവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഭൗതിക വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ മദ്രസകളിലും അതുപോലെ ബാക്കിയുള്ള അറബിക് കോളേജ് കാര്യങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദീനീപരമായിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള ചിട്ടയിൽ എങ്ങനെയെല്ലാം ജീവിക്കാം, എങ്ങനെയെല്ലാം ഒരു മനുഷ്യനിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയെല്ലാം മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്, വുളൂ, നിസ്കാരം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായ സകലമായ കാര്യങ്ങളും പറയുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ മദ്രസകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നമ്മളെ മാതാപിതാക്കളോട്, ഉസ്താദുമാരോടൊക്കെ എങ്ങനെ പെരുമാറാം, അവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ആരൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നത്. അപ്പൊ മുഅല്ലിം എന്ന് പറയുമ്പോൾ അതിപ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അതൊരു അടയാളമായിട്ട് മാറുന്നതാണ്. നമ്മളെ ഉസ്താദുമാര് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദിന്റെ അടുത്തു നിന്നുള്ള, ആ മുഅല്ലിമീങ്ങളുടെ അടുത്തു നിന്നുള്ള ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടിയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് മദ്രസയിലോ പള്ളിയിലൊക്കെ വെച്ചിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ഈ മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാലും നമ്മള് നാളെ ആഖിറത്തിൽ നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് വരും നമ്മുടെ മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് സാധാരണ സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിനെ കാണുന്നത് പോലെയല്ല നമ്മുടെ മുഅല്ലിമീങ്ങളെ കാണേണ്ടത്. ടീച്ചേഴ്സിനെ നമ്മൾ കുറച്ചായി കാണണമെന്നില്ല, പക്ഷെ മുഅല്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ, ഉസ്താദുമാർ എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരെ എങ്ങനെയാണ് നമ്മൾ കാണുക, ആ രൂപത്തിലാണ് നമ്മൾ കാണേണ്ടത്. അവരെ ബഹുമാനിക്കണം. ഉസ്താദുമാർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കുക, ഉസ്താദുമാരെ കാണുമ്പോഴൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ സലാം പറയുക, കാര്യവിവരങ്ങളൊക്കെ അന്വേഷിക്കുക, ഉസ്താദുമാരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക. നിങ്ങൾ ആരെങ്കിലും ഉസ്താദിനോട് എന്തെങ്കിലും ഒരു ദിവസം ഉസ്താദ് നിങ്ങൾക്ക് സുഖമാണോ, ഉസ്താദ് ചായ കുടിച്ചോ, നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചോ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ?